എന്താ വാങ്ങിയേ? താറാവ്. താറാവാ? ആ, താറാവ് ബിരിയാണി. ഇതിപ്പം കാലവും നേരവും ഇല്ലാതെ എപ്പോഴും മഴയല്ലേ? അതെന്തായിരിക്കും അമ്മായി അങ്ങനെ ഇപ്പോ? അല്ല, മഴയ്ക്ക് ന്യൂ ജനറേഷനാണ്. എന്റെ മാളു മതി വാ. സമാധാനായിട്ട് ആടട്ടെ ചേച്ചി. ചേച്ചി പ്രായത്തിൽ കുറെ ആടിയിട്ടുള്ളല്ലേ? ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ മഴ പെയ്യാൻ പോണ്. വീട്ടിലെത്തിയിട്ട് പണി തീർത്തിരിക്കാൻ വീട്ടിനകത്ത്. ആടണാ ബാ, മഴ പെയ്യണ്. ഇതിപ്പോ ഞാൻ ഇവിടെ കൂടെ വരും. കുഞ്ഞി മഴയായതുകൊണ്ടല്ലേ ഞാൻ കളിക്കാൻ സമ്മതിച്ചേനെ. ഓ, ഈ കൈ എനിക്ക് പറ്റൂല. നീ ഇപ്പുറത്തോട്ട് ഈ കൈ പോയി കിടക്കല്ലേ. മഴ പെയ്യണ് കണ്ടാ. ഞാൻ നിന്നോട് അപ്പഴും പറഞ്ഞു ഓടി. നീ ഞാൻ ഓടും. ചേച്ചി ഓടിയാ മതി. തണുത്ത എനിക്ക് പറ്റൂല. ഓടാനും പറയും, ഓടാനും വയ്യ. എന്താണ്? അയ്യോ, ഈ മഴ കാരണം കളിക്കാനും പറ്റൂല, നടക്കാനും പറ്റൂല. കാലവർഷം ആയിട്ടില്ല, അതിന് മുന്നേ തന്നെ മഴ തുടങ്ങി. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. അതെ അതെ. പക്ഷെ എന്ത് കഷ്ടമാണല്ലേ മഴ. മഴയാണെങ്കിൽ പാവാട കൂടി ഇടാൻ പറ്റില്ല. നീയൊക്കെ എങ്ങനെ സ്കൂളിൽ പോയി? നീ അറിഞ്ഞൂടെ? സാധാരണ സ്കൂൾ തുറന്നു കഴിഞ്ഞിട്ടാ മഴ പെയ്യാ. ഇത് അതിന് മുന്നേ തന്നെ മഴ പെയ്ത്. മതി, ഇനിയിപ്പോ എത്തിയില്ലേ. അമ്മായി അരി കഴുകി വെച്ചോ എന്തോ. അമ്മായി, ഓ, എന്തിനു മഴത്തേക്കണേ? അതെ. മക്കളെ എന്താ വാങ്ങിയേ? താറാവ്. താറാവാ? ആ, അമ്മായി അരി കഴുകിയിട്ടായിരുന്നാ? ഓ, കഴിയല്ല. സമാധാനം. അപ്പൊ സെറ്റാക്കാം. അന്ന് ഞങ്ങള് പോയി. അമ്മ അരിയോ? അരിയല്ല, നമുക്ക് ബിരിയാണി പീസ്. ബിരിയാണിയാ? താറാവ്. ആ, കുറച്ച് വലുതായിരിക്കണം. താറാവ് ബിരിയാണി. ഇപ്പൊ ബിരിയാണി പീസ് ഞങ്ങൾ പോയി ഇഞ്ചി വെളുത്തുള്ളി അരിയാ. എന്റെ കൈയൊക്കെ ഒന്ന് ശരിയാവട്ടെ, എന്നിട്ട് അമ്മായിനെ കൊണ്ട് പണിയെടുക്കലൊക്കെ ഞാൻ നിർത്തിച്ച് തരാം. എപ്പോ? മഴ കാരണം തലയും തൊപ്പി പോലും മാറ്റാൻ മാറ്റണ്ട. ഇത്രയും നാളും എല്ലാവരും വെയില് 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 എന്ന് പറഞ്ഞോണ്ട് മഴ വന്നു കഴിഞ്ഞപ്പോ ഇപ്പൊ വെയില്. അല്ല ചേച്ചി, വെയിലാകുമ്പോ പുറത്തിറങ്ങുന്നെങ്കിലും പറ്റും. ഇത് എന്താണിത്? ഇത്ര ഓവറാക്കാൻ പറഞ്ഞില്ലെന്നല്ലേ മഴേനോട്. അല്ല, ഈ കാലവർഷത്തിന് അടുത്ത് ഓണത്തിന്റെ അന്ന് വീണ്ടും മഴയാണോ? മഴ വരും. അത് കഴിഞ്ഞ് പിന്നെ തുലാൻ വരും, അപ്പോഴും മഴ. ഓഗസ്റ്റിന് വെള്ളത്തിൽ ഭൂമി വെള്ളം ഫുള്ള് കൊണ്ട് മൂടുന്ന് പറഞ്ഞ സത്യമായിരിക്കും അല്ലേ? ഭൂമി ഫുള്ളും വെള്ളത്തിലായിരിക്കും എന്ന് പറഞ്ഞ സത്യമായിരിക്കും അല്ലേ? അതല്ലേ? ഇതുവരെ വിശ്വസിച്ചില്ല, ഇപ്പം വിശ്വസിച്ചോളെ. ആൾക്കാർ ഓരോന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചോണ്ടിരിക്കുക. അത് വിശ്വസിക്കും. ചേച്ചി പോലെ കുറെ കൂട്ടി നീയും. ഞാൻ വിശ്വസിച്ചില്ലേ?
കണ്ണിൽ എന്തോ തെറിച്ചു. കണ്ണിലെന്ത് ഇഞ്ചിയുടെ നീര് അമ്മ അറിക്കോളൂ. അല്ല തണുക്കണ്. അതന്നെ ഇഞ്ചിയുടെ നീര്. അവള് ശരിക്കും അത് മാറില്ല. വീണ്ടും തെറിച്ചാ? ഇപ്പത്തെ കണ്ണ് തെറിച്ച്. ചെല്ലു, നീ എണീറ്റ് പോ. പണിയെടുക്കാനുള്ള അടവാന്ന്, പണി എടുക്കാതിരിക്കാനുള്ള അടവാന്ന് എനിക്കറിയാം. എന്നെ പിടി സത്യം ചെയ്യില്ലേ. ചെല്ലു ചെല്ലു, പോ കഴുകു. മഴയല്ലേ? ഭയങ്കര മഴ. ഇതിപ്പം കാലവും നേരവും ഇല്ലാതെ എപ്പോഴും മഴയല്ലേ. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ ഇടവപ്പാതി, തുലാവർഷം ഇങ്ങനെയൊക്കെ ഉള്ള ഇതായിരുന്നു. അന്ന് ഞങ്ങൾ സ്കൂളിൽ പോയിട്ടൊക്കെ വരുമ്പോഴേ വലിയ ഈ തോടുണ്ടല്ലോ, വെള്ളമൊക്കെ ഒഴുകി പോണേ, അവിടെ കൂടെ ഇറങ്ങി നനഞ്ഞോണ്ടാണ് വീട്ടിൽ വരുന്നത്. മഴ നനഞ്ഞത് പോരാത്തുണ്ട്. അന്നൊക്കെ ഈ ചില പിള്ളേർക്ക് പിന്നെ കൊടയൊന്നും ഇല്ലാതിരിക്കുമ്പോഴേ ഇല, ചേമ്പിന്റെ ഇല, വാഴയിലല്ലേ, അതൊക്കെ എടുത്ത് ആണ് കൊടയ്ക്ക് പകരം പിടിച്ചിട്ടൊക്കെ വരണത്. അതിങ്ങനെ ഈ തുലാവർഷവും ഇടവപ്പാതി മാത്രമേ ഉള്ളൂ. ഇപ്പൊ പിന്നെ കാലവും നേരവും ഇല്ലാതെ എപ്പോഴും മഴയുണ്ടല്ലോ. അതെന്തായിരിക്കും അമ്മായി അങ്ങനെ? ഇപ്പം പണ്ട് ഞാൻ വളർന്ന സമയത്തുള്ളതുപോലെയുള്ളതാണോ? അല്ല, മഴയ്ക്ക് ന്യൂ ജനറേഷനാ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര നല്ല പഴുപ്പില്ലെന്ന് തോന്നണല്ലേ. പഴുത്തിട്ടില്ല. അമ്മായി അരിഞ്ഞിട്ടൊക്കെ വരട്ടെ, അല്ലെ ഞാൻ കൊതിയിറക്കിക്കൊണ്ടിരിക്കുന്നത് പണിയുണ്ട്. വയറ് വരുവാതെ പോട്ടെ. മാളു അതിനെ നാക്കി കടി കിട്ടിയെന്നാ? നാക്കി കടി കിട്ടിയ അടി കിട്ടും. അപ്പൊ നമ്മൾ അഞ്ഞൂറ് അടി വെച്ചേക്കണം. അതിന് മുന്നേ അടി വെക്കണം. എന്നാ ഞാൻ ശരിക്കും അടിക്കാം കേട്ടാ. വേണ്ട. ഇനി സവാള അരിഞ്ഞു. മുന്തിരി അത് മുഴുവൻ വേണ്ടല്ലോ മാളു. എനിക്ക് ഒരുപാട് മുന്തിരി കടിക്കണ ഇഷ്ടമല്ല. എനിക്കിഷ്ടമല്ല. എനിക്ക് മുന്തിരി കടിക്കുന്നത് ഇഷ്ടമല്ല. ഇങ്ങനെ പച്ച മുന്തിരി കുഴപ്പമില്ല, എനിക്കൊട്ടും ഇഷ്ടമല്ല. സവാള കഴിഞ്ഞിട്ട് മല്ലിച്ചീരയും പുതിനയില കുനുകുന അരിയണേ. അയ്യോ, അതിന് മുന്നേ മാളു ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച് തരണം. അത് കഴിഞ്ഞിട്ട് മതി മല്ലിച്ചീരയും പുതിന. കുപ്പി നിന്ന് ഭൂതോ? എന്താ കുപ്പിന്ന് വന്ന ഭൂതമാണോ? അയ്യോ മാളു അത് ചെയ്യണേ. അയ്യോ മാളു ഇതിന് മുമ്പേ ചെയ്യണേ. എനിക്ക് മുറ്റത്ത് നിന്ന് പണിയെടുക്കാനാണ് ഇഷ്ടം. സത്യം. ഇത് അടിഞ്ഞിരിക്കണോണ്ടേ എന്ത് ചെയ്യണം? മഴ മാറാണ്ട് ഇനി ഒരു രക്ഷയില്ല. അരിഞ്ഞു കിട്ടോ മാളു?
അയ്യോ അതായ പോയി. ഇന്നെങ്ങാനും കിട്ടുമോ? മതി മതി മതി. പച്ചമുളക് നീ ഒരുപാട് ചമ്മന്തി ആക്കരുത്. 1-2 ഇടി ഇടിച്ചാൽ മതി. ഇട്ടോ മുളക്. കാര്യം ഇടാൻ മറന്നുപോയി മോളെ. ഞാൻ ഇതിൻ്റെ അകത്തായിരിക്കും. അല്ല, ഞാൻ കൈയോടെ പോയി കൈ കഴുകിയിട്ട് വരട്ടെ. ഇന്നത്തെ ഇട്ടിട്ടും വെക്കോ? എന്തായാലും നിന്റെ കൈ അഴുക്കാക്കി. ഇതിന്ന് പഠിച്ചെടുക്ക്. മാളു, ആ ബിരിയാണി മസാല ഇങ്ങെടുത്തേ. ഏതാ? ഇതാണ് അങ്ങറ്റത്ത്. തക്കാളി ആയെങ്കിൽ ഇട്ടോട്ടാ. ഇത്രയും കുഞ്ഞു കുഞ്ഞാന്ന് കഴിഞ്ഞാൽ മതിയോ? ഓക്കെ. 1 2 2 പോരെ, 2 സ്പൂൺ പോരെ? ആ, എനിക്കറിയില്ല. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ചോദിച്ചതാ. അമ്മായി, ഓ, ആ തേങ്ങാപ്പാലൊന്നും കൊണ്ടുവരോ? കൊണ്ടുവരാലോ. തേങ്ങാപ്പാല്. അമ്മായിക്ക് നമ്മൾ പുറത്തുനിന്ന് പണിയെടുക്കണതാണ് ഇഷ്ടം. അവിടെ വെച്ചോ അമ്മായി. പുറത്തുനിന്ന് പണിയെടുക്കണതാണ് ഇഷ്ടം. എനിക്ക് പുറത്തുനിന്ന് പണിയെടുക്കണം. ആണല്ലേ? വീഴുമോ അത്? ഇല്ല ഇല്ല. എനിക്ക് ആ ഇറച്ചിയും കൂടെ കൊണ്ടുതരുമോ? ആ, കൊണ്ടുതരാമല്ലോ. ഇട് ഇട്. ഇതിനകത്തിട്. അടുത്തും കൂടി ഇടും. ചുമയും പിടിച്ച്. ഇനി ഒന്നും ഇടാനില്ലല്ലോ അമ്മായി? ഒന്നും ഇടാനില്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല. ഞാൻ അപ്പം ഇത് കൊണ്ട് പോട്ടാ. അത് ഇത് ഈ ഇറച്ചിയും കൂടി ഇട്ടോ അമ്മായി. ഇട്ടിട്ട് വയ്ക്കോ. അതും കൊണ്ട് ഇറച്ചി ഇട്ടിട്ട് വയ്ക്കോ. ഇത് തന്നെ ഇട്ടോ വെച്ചോ. ഞാനും വരാം, നമുക്ക് അതിലും കഴിക്കാം. വേവുമ്പോഴേക്കേ ഇടട്ടാ. ഇട്ടോ. ഇതായി മല്ലിയിലയോ? മല്ലിയില ഇപ്പോഴല്ല, വാടിയതൊക്കെ കളാം. ഇത് അന്നത്തേക്ക് ഇട്ട് വെക്കും ആളു. മല്ലിച്ചീരി ഇന്നത്തേക്ക് ഇട്ട് വെക്കും. ഇതും കൂടെ കൊണ്ടുപോ. ഇതും വേണ്ടല്ലോ? വേണ്ട വേണ്ട വേണ്ട. അപ്പം ഞാൻ പോണേ. ആ, ഞങ്ങളും തന്നെ. വന്നോളൂ. കഴിക്കാമോളൂ വല്ലോ? വന്നിട്ട് അരിയാം. അമ്മായിക്ക് ഏത് കളർ വേണം? എനിക്ക് മഞ്ഞ. പച്ച, ചുവപ്പ്, മഞ്ഞ. 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 അയ്യോ, ഞാനും മഞ്ഞായിരുന്നല്ലോ. ഫേവറേറ്റ് വേണ്ട. അയ്യോ, അമ്മായിക്ക് മഞ്ഞല്ല, അമ്മായിക്ക് വെള്ളയാണ്. അതെന്താ? അത് വേറെ ടേസ്റ്റ്. അത് നല്ല ടേസ്റ്റ്. അമ്മായിയുടെ കൊള്ളാം.
ഇതാ അത് സൂപ്പർ. അമ്മായി മാളുവിന്റെ ടേസ്റ്റ്. ഇത് രണ്ടുപേരെ പോലെയാ. ഇത് കഴിച്ചു നോക്കിയേ. ഇത് കൊള്ളാം. മാളുവിന്റെ നല്ലത്. എന്റെയാണോ? ഓറഞ്ചോ പൈനാപ്പിളോ ആണ് അല്ല അമ്മായി? ഓറഞ്ചല്ല. ഇത് വെള്ള. ക്യാരറ്റ് ആയിരിക്കും. ക്യാരറ്റാ. മഞ്ഞ മഞ്ഞ. അപ്പൊ ഇത് വെള്ളയാണ് കേട്ടോ. അത് വെള്ള. വയറാണ്. നന്നായി പിടിക്കോ? അവിടെ പിടിക്കാം എന്റെ കൈ. ഞാനും ഉണ്ട്. അടിപൊളി അല്ലേ? മല്ലിച്ചീര ഇടും. കുറച്ച് മല്ലിച്ചീരയും കുറച്ച് പുതിന. അമ്മായി ഓ അരി കൊണ്ടുവരുമോ? അരിയല്ല ചോറ്. സോറി എൻ്റെ അമ്മ. മൊത്തത്തിൽ കുടഞ്ഞിട്ടോ. എന്നിട്ട് അമ്മായി ഇളക്കണേ, എനിക്ക് ഇളക്കാൻ പറ്റില്ല. ഇളക്കാം. ഇളക്ക. നീ ഇളക്കണ്ട, വെച്ചിട്ട് പോ. എനിക്ക് കളയണത് എന്ത് ദേഷ്യ. അങ്ങനെ ആക്കി ഇതെല്ലാം അളവണ്ടേ? ഒരു അറ്റത്തീന്ന് ഇളക്കി വരാം. എല്ലായിടത്തും ആവണേ. അതിൽ മുന്തിരി കിടക്കണം, അതും കൂടെ ഇട്. മുന്തിരി അധികം ഇഷ്ടമല്ലാത്തോണ്ടാണ് ഇടാത്തത്. നമുക്കിനി പോയി ടേബിൾ സെറ്റ് ചെയ്യാം. അമ്മായി ഇതൊന്ന് ഇളക്കി കേട്ടമ്മായി. ഒന്ന് ഇളക്കിയിട്ട് ഇങ്ങനെ അപ്പം പോലെ അങ്ങ് പരത്തി വെച്ചിട്ട് കുറച്ച് മല്ലിച്ചീലയും പുതിനെല്ലാം വെതറി തരാം അമ്മായി. എന്നിട്ട് അടച്ചു വെച്ചേരും കേട്ടോ. പോട്ടെ അമ്മായി. ഓ പോയി. തുടങ്ങി മതി. ചോറെടുക്ക്. ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഞങ്ങൾ പട്ടിണിക്കിട്ട് കൊന്നു പറയാനല്ലേ?
അമ്മായി താറാവ് ബിരിയാണി ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ടോ? ഇല്ല മോളെ, അതേട്ടാ, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. മോളാ കഴിച്ചിട്ടുണ്ടോ? നിന്റെ ഒരു അനക്കൂലല്ലോ, എന്തൊരു സൂപ്പറാണ്. അവൾക്ക് ചൂട് കൊണ്ടൊന്നും പറയാൻ പറ്റാത്ത. മുള്ളു കൊള്ളാണ്ട് നോക്കണേ അമ്മായി. താറാവിന്റെ ഇറച്ചിക്ക് എല്ലിന് മൂർച്ച കൂടുതലാ. അതൊരു ചെറിയല്ലേ എൻ്റെ വാരിയല്ലൊക്കെ. പണ്ട് ഇവിടെ കാടക്കോഴി വെച്ചിട്ടുണ്ടല്ലോ. കാടക്കോഴിയുടെ താറാവാണോ ഫ്രൈ വെച്ചേ? കടക്കോഴി 2 പ്രാവശ്യം വെച്ചിട്ടുണ്ട്. സൂപ്പറാ. അല്ല മോളെ, അന്ന് കടക്കോഴി വാങ്ങിയപ്പോഴേ അന്ന് ഞാൻ ഇല്ലായിരുന്നല്ല. ഉണ്ടായിരുന്നു, 1 പ്രാവശ്യം മേടിച്ചപ്പോൾ ഉണ്ടായിരുന്നു. എന്നിട്ട് അമ്മായി ഞാൻ എന്തോ തെറ്റ് പറഞ്ഞപ്പോൾ അമ്മായി തിരുത്തി തന്നില്ലേ, ഒരു കോഴിക്ക് 1000 കാടാന്ന്. അല്ല 1000 കോഴിക്ക് 1 കാട. നല്ല എരിവ് കേട്ടോ. അമ്മായിക്ക് എരിവ് ഇഷ്ടമല്ലേ?